ഹലോ ഗൈസ്, വൈകുന്നേരമായി. അപ്പോൾ ഒന്ന് വെറുതെ ഇരിക്കുന്നതിനേക്കാളും ബെറ്റർ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് ചായ കുടിച്ചിട്ട് വരാൻ വിചാരിച്ചു. അപ്പോൾ നമുക്കൊന്ന് രാമനാട്ട് വരെ ഒന്ന് പോയി വരാം. ഒരു നല്ലൊരു ചായ സ്പോട്ട് ഉണ്ട്, ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ അവിടെ പോയിട്ട് വല്ല എന്തെങ്കിലും സ്പെഷ്യലോ കാര്യങ്ങളുണ്ടെങ്കിൽ, ചായയിൽ വല്ല സ്പെഷ്യൽ ഉണ്ടെങ്കിൽ ഒന്നൊന്ന് കുടിച്ചിട്ട് വരാം. പോയി നോക്കാം. പിന്നെ മോസ്റ്റ്ലി ഇങ്ങനത്തെ സൂപ്പർ ബൈക്ക് എടുക്കേണ്ടവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രീമിൻ്റെ പുറത്ത് എടുക്കേണ്ടതാണ്. അതുകൊണ്ട് എന്താണ്, ഈ വണ്ടി എപ്പോഴും ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരുന്നില്ല. ഇതേപോലെ ഈവനിങ് ടൈം ഒന്ന് പുറത്തേക്ക് കറങ്ങാനും, പിന്നെ അതേപോലെ ലീവുള്ള സമയത്ത് ഇങ്ങനത്തെ വണ്ടിയിലെടുത്തിട്ടൊന്ന് കറങ്ങാനേ പറ്റുള്ളൂ. അപ്പം മാക്സിമം കിട്ടുന്ന ടൈം ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഓടിച്ച് എന്താ നമ്മളെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യുക. എന്താണ് ഇത് ഞാൻ പറയുന്നുണ്ട്, സ്വന്തമായിട്ട് എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ സ്ഥിരം വർക്ക് കാര്യങ്ങൾ ബിസിനസ്സായിട്ട് പോകേണ്ടവർക്ക് എന്തായാലും ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലീവ് ഉള്ളപ്പോൾ മാത്രമേ ഈ വണ്ടികളൊക്കെ എടുത്തിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാനും കറങ്ങാനൊക്കെ പറ്റുക. അതല്ലെങ്കിൽ ഈ പഠിക്കണ കുട്ടികൾക്ക് പിന്നെ പ്രശ്നമില്ല. കൂടുതൽ സമയം ഫ്രീ ടൈം ഉള്ളത് കൊണ്ട് എപ്പോഴും ഇങ്ങനത്തെ വണ്ടി തന്നെ ആവും. അപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല. അതല്ലാത്തവരൊന്ന് വർക്ക് കാര്യങ്ങൾ ഫാമിലി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ചായ കുടിക്കാനും, അതല്ലെങ്കിൽ ലീവുള്ള സമയത്ത് വണ്ടി ഓടിച്ച് നടക്കാനേ പറ്റുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, മൂപ്പര് വരുന്നത് കാലിക്കറ്റിൽ നിന്നാണ്. മൂപ്പര് ഇതേപോലെ ഒരു ഫാമിലി മാനാണ്. ഇതേപോലെ കിട്ടുന്ന സമയം വൈകുന്നേരം ഇങ്ങനെ യൂസ് ചെയ്യുക, ലീവുള്ള ദിവസങ്ങളിൽ അതേപോലെ ഒന്ന് കറങ്ങി നടക്കുക, ഇതൊക്കെ പറ്റുള്ളൂ. എന്താണെങ്കിൽ മൂപ്പര് ഒരു ഡോക്ടറാണ്. അപ്പോൾ നോർമൽ അറിയാമല്ലോ ഡോക്ടർമാർക്ക് എത്രത്തോളം ഫ്രീ ടൈം കിട്ടുള്ളൂ. അപ്പോൾ ആ എല്ലാ സമയം കൊണ്ട് അവരും ഇങ്ങനത്തെ ഓരോ ചെറിയ റൈഡ് പോയി ആസ്വദിക്കുക. ഇപ്പം ചായയാണ് മാക്സിമം കുടിക്കാനുള്ള തീരുമാനത്തിൽ പോകുന്നുണ്ട്. എന്താണെങ്കിലും ഫുഡൊക്കെ കുറച്ച് ഡയറ്റ് കാര്യങ്ങളായതുകൊണ്ട് കൂടുതൽ പോയിട്ട് ഒന്ന് വലിച്ചു വാരി തിന്നൊന്നുമില്ല. പിന്നെ അവിടുത്തെ അവസ്ഥ, അവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് എങ്ങനെ അതുപോലെ ഉണ്ടാകും ബാക്കിയുള്ളതൊക്കെ. എന്തായാലും അവിടെ എത്തിയിട്ട് നമുക്ക് അതിൻ്റെ ഫുഡിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എന്താ കഴിക്കുക ഏതാണെന്നൊക്കെ അവിടെ എത്തിയിട്ട് തീരുമാനിക്കാം. പിന്നെന്ന് പറഞ്ഞാൽ ചായ കുടിക്കുക അങ്ങനെ ഇങ്ങനെ ഓരോരോ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്ക് ഒന്ന് വണ്ടി ഓടിക്കാനുള്ള ഒരു സമയം കണ്ടെത്താം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വൈകുന്നേരം അതേപോലെ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് രാവിലെ ഇറങ്ങിയിട്ടും
ഇങ്ങനെ വണ്ടി എടുത്തിട്ട് ഓരോരോ സ്ഥലത്തേക്ക് പോയി ചായയും കുടിച്ച് വരുന്നത്. അത് നമുക്ക് പറഞ്ഞാൽ ഒന്നാമത്തെ ഫുഡും കഴിക്കുക, അത് മാത്രമല്ല ഒരു വണ്ടി ഓടിക്കാൻ മാക്സിമം കിട്ടുന്ന ഫ്രീ സമയം കൊണ്ട്. പിന്നെ ഇതേപോലെ ഒരു സൂപ്പർ ബൈക്സൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് ഇങ്ങനെ നല്ല നല്ല ഹൈവേയിൽ ഓടിക്കാതെ ഇത് എപ്പോഴാ പൂട്ടും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഓടേണ്ട വരെ മാക്സിമം ഓടിച്ച് നമുക്ക് മുതലാക്കാം. നമ്മളിതാ രാമനാട്ടര എത്താനായിട്ടാ. പറഞ്ഞ സ്പോട്ട് ഇപ്പോൾ ഇവിടെ അടുത്തെത്താനായി. ഈ കാണുന്ന ഡുക്കാട്ടി കൊടുക്കാനുള്ള വണ്ടിയാണ്. ഇപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക. നല്ല അടിപൊളി വണ്ടിയാണ്. പിന്നെ കുറഞ്ഞ റേറ്റിന് കിട്ടേണ്ടതാണ്. നല്ല അത്യാവശ്യത്തേക്ക് ആൾട്ടർ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ആർക്കാണെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് മെസ്സേജ് ചെയ്യുക. പേഴ്സണലായിട്ട് ഇതിൻ്റെ ഓണറിൻ്റെ നമ്പർ ഞാൻ അയച്ചു തരണ്ട കേട്ടോ നിങ്ങൾക്ക്. ഇതാണ്ട് നമ്മൾ പറഞ്ഞ ഡോക്ടർ നമ്മൾ പറഞ്ഞ സ്പോട്ടിലെത്തി. പുറമെ കാണാനൊക്കെ അടിപൊളി ലുക്കാണ്. ഇനി ഉള്ളിൽ കയറി നോക്കാം എന്താ പാടിന്. ഉള്ളിലും നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 5-6 കൗണ്ടറൊക്കെ ഉണ്ട്. പല ടൈപ്പ് ഫുഡ്സൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈവനിങ് സ്പെൻഡ് ചെയ്യുന്നവർക്ക് ഇവിടെ വന്ന് സുഖമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ചായക്ക് പകരം ഒരു ജ്യൂസ് കുടിച്ച് അങ്ങനെ പതുക്കെ ഇറങ്ങി ചായയിൽ നിന്ന് ജ്യൂസിലേക്ക് മാറി നമ്മൾ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ. ഞാൻ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.
എന്തായാലും നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക.